കുറെ നാള് മുമ്പുള്ള കാര്യമാണ്. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. മാന്ത്രിക മന്ത്രവും അതിനറിയായിരുന്നു. കുറച്ചു ദിവസമായിട്ട് സിംഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു. ഒരു ദിവസം തടാകത്തിന്റെ അടുത്ത് സിംഹത്തിനെ വിഷമിച്ചിരിക്കണ കണ്ട് ഭാര്യ ചോദിച്ചു, എന്ത് പറ്റിയെന്നേ? ഞാൻ കുറെ ദിവസമായിട്ട് കാണുക, നിങ്ങൾ ഭയങ്കര വിഷമത്തിലാണല്ലോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് എൻ്റെ അനുജനെ വല്ലാതെ ഓർമ്മ വരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് അവൻ്റെ കൂടെ കാട്ടിലൂടെ ഒരുപാട് കളിച്ച് നടന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് വന്നൂടെ? പക്ഷെ എങ്ങനെ? ഞാനെങ്ങാനും ഈ കാട് വിട്ട് അവനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഈ കാട് രാജാവില്ലാതെ തനിച്ചായി പോയില്ലേ? ഇത്രയും പറഞ്ഞ സിംഹം മിണ്ടാതായി. ദേഷ്യത്തോടെ ഭാര്യനെ ഒന്ന് നോക്കി പറഞ്ഞു, മാത്രമല്ല നിന്നെ തനിച്ചാക്കി ഞാൻ ഈ കാട്ടിൽ നിന്ന് പോവില്ല. കാരണം നിന്നെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദിവസം മുഴുവനും നിന്റെ സൗന്ദര്യം നോക്കുന്നതല്ലാതെ നിനക്കൊരു ജോലിയുമില്ല. നിങ്ങളാണെങ്കിൽ എപ്പോഴും എന്റെ മേക്കപ്പിന്റെ പുറകെ തന്നെയാ. അതെ, കാട്ടിലെ രാജാവിന്റെ ഭാര്യയാണ്. ആൾക്കാര് കാണുമ്പോ റാണിയെ പോലെ ഇരിക്കണ്ടേ? നിങ്ങളുടെ ഈ പ്രശ്നത്തിന് എന്റെ അടുത്തൊരു പരിഹാരമുണ്ട്. എന്ത് പരിഹാരം? നിങ്ങക്ക് മാന്ത്രികമൊക്കെ അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒരു മാന്ത്രിക ഇട്ട് പ്രയോജിക്കേ. സഹോദരനെ പോയി കണ്ടിട്ട് വാ, ഞാനും കൂടെ വരാം. നീയും ഇടയ്ക്കിടയ്ക്ക് അനുജനെ കുറിച്ച് പറയാറുണ്ടായിരുന്നല്ലോ. ഞാൻ എപ്പോഴും ബുദ്ധിയുള്ള കാര്യമേ പറയാറുള്ളൂ. എപ്പോഴും എന്നെ വഴക്ക് പറയാനല്ലേ സമയമുള്ളൂ, അതുകൊണ്ടാ അത്. സിംഹം ഭാര്യയ്ക്ക് ഉത്തരം കൊടുക്കാതെ തന്നെ ഗുഹയിലോട്ട് കയറി അങ്ങ് പോയി. എന്നിട്ട് മന്ത്രം വായിക്കാൻ തുടങ്ങി. പുറത്തേക്ക് വരൂ, പുറത്തേക്ക് വരൂ, മാന്ത്രിക രൂപമേ പുറത്തേക്ക് വരൂ. സിംഹം മന്ത്രം വായിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഗുഹയ്ക്കകത്ത് ചുമന്ന പുക വരാൻ തുടങ്ങി. ചുമന്ന പുകയുടെ അകത്തുനിന്ന് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. എന്തിനാണ് കാട്ടിലെ രാജാവെ എന്നെ വിളിപ്പിച്ചത്? ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ എൻ്റെ അനുജനെ കാണാൻ വേണ്ടി പോവുകയാണ്. അതിന് നിന്നെ തടഞ്ഞതാരാണ്? നീ പോയി കണ്ടിട്ട് വരൂ. സിംഹം ശലാക്കയുടെ അടുത്ത് പ്രശ്നം മുഴുവനും വിസ്തരിച്ച് പറയാൻ തുടങ്ങി. ഓ, അതാണോ കാര്യം? എന്തിനാ വിഷമിക്കുന്നത്? എന്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ട്. നിങ്ങൾ സമാധാനത്തോടെ നിങ്ങളുടെ ഭാര്യയും കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ സഹോദരനെ കാണാൻ പോയിക്കോളൂ. ഞാൻ കാട്ടിന് പുറത്ത് നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കുന്ന മെഴുകു പ്രതിമ ഉണ്ടാക്കി വെക്കാം. ഇതെന്ത് മോശം പരിഹാരമാണ്. അമ്മയുടെ പ്രതിമ വെയിലിൽ ഉരുകിക്കഴിഞ്ഞാൽ എന്റെ ഈ രഹസ്യം മുഴുവൻ വെളിപ്പെടുന്നതാണ്. വിഷമിക്കാതെ ഇരിക്കൂ. നിങ്ങൾ തിരിച്ചു വരുന്നതുവരെ നിങ്ങളെപ്പോലെ ഇരിക്കുന്ന മെഴുകു പ്രതിമേനെ ഞാൻ നോക്കിക്കോളാം. ശലാക്ക പറഞ്ഞത് കേട്ട് സിംഹവും ഭാര്യയും സന്തോഷത്തോടെ തന്നെ പുറപ്പെട്ടു. ശലാക്ക മാന്ത്രിക ശക്തി കൊണ്ട് മെഴുകിന്റെ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെക്കും. ദൂരത്തുനിന്നും അതിനെ കണ്ട സിംഹത്തിനെ പോലെ തന്നെയായിരുന്നു. ഒരു ദിവസത്തെ കാര്യമാണ്. എല്ലാ മൃഗങ്ങളും തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നീല നിറത്തിലുള്ള പൂച്ച വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാനും വെള്ളം കുടിച്ചോട്ടെ? നിന്നെ കാണാൻ ഈ കാട്ടിലെ പൂച്ചയെ പോലെ ഇല്ലല്ലോ. മാത്രമല്ല നിന്റെ ശരീരത്തിനും മറ്റു പൂച്ചകളെക്കാൾ വലിപ്പമുണ്ട്. നീ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ആഫ്രിക്കയിൽ താമസിക്കുന്ന പൂച്ചയാണ്. മറ്റു വനങ്ങളിലുള്ള മൃഗങ്ങൾക്കൊന്നും ഈ കുളം ഉപയോഗിക്കാൻ അനുവാദമില്ല. ഞാൻ എന്റെ മര്യാദ കാരണമാണ് ചോദിച്ചത്. നിങ്ങൾ കൊള്ളാലോ, എന്തൊക്കെയോ പറയണോ? നിങ്ങൾ കാട്ടിലെ രാജാവൊന്നും അല്ലല്ലോ നിങ്ങൾ പറയണത് കേൾക്കാനായിട്ട്. ഇത്രയും പറഞ്ഞ് പൂച്ച തടാകത്തിൽ നിന്നും വെള്ളം കുടിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പോവുകയും ചെയ്തു. അടുത്ത ദിവസം ഭൂലു ചെന്നായ ഭാര്യയുമായിട്ട് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ നീലപ്പൂച്ച വന്നങ്ങ് നിന്നു. നീ ആരാണ്? നീ ഈ കാട്ടിലുള്ളതല്ലോ. ഞാൻ ആഫ്രിക്കയിൽ നിന്ന് വന്ന പൂച്ചയാണ്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതിന് ഞങ്ങളെന്താ വേണ്ടത്? മര്യാദയ്ക്ക് മിണ്ടാതെ ആഹാരം എനിക്ക് തന്നിട്ട് പൊക്കോ ഇവിടുന്ന്. നീലപ്പൂച്ചേ, നീ ഇവിടുന്ന് മര്യാദയ്ക്ക് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ അടിച്ച് ഞങ്ങള് റൊട്ടിയാക്കി കളയും കേട്ടോ. നീലപ്പൂച്ചയ്ക്ക് ദേഷ്യം വന്ന് ആക്രമിക്കാൻ തുടങ്ങി. അതിന്റെ നഖം കൊണ്ട് ഭോലു ചെന്നായെയും ഭാര്യനെയും മാന്തി ആക്രമിച്ചു. എന്നിട്ട് അവരുടെ ആഹാരം എടുത്തുകൊണ്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഒരു പൂച്ചേനെ പോലും ഓടിക്കാൻ പറ്റുന്നില്ല. നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ? ഞാൻ ഇത്രയും ശക്തനും വേഗതയുള്ള ഒരു പൂച്ച ഇതുവരെ കണ്ടിട്ടില്ല.
ആ ദിവസത്തിനു ശേഷം നീലപ്പൂച്ച തന്നിഷ്ടം അവിടെ നടത്താൻ തുടങ്ങി. അവക്ക് ഇഷ്ടമുള്ളവരുടെ ഭക്ഷണം എടുത്തങ്ങ് കടന്നുകളയായിരുന്നു. നീലപ്പൂച്ചയ്ക്ക് എതിരായിട്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൂട്ടം കൂടി. ആ ആഫ്രിക്കയിൽ നിന്ന് വന്ന നീലപ്പൂച്ചയുടെ ആക്രമണം ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനാപ്പൂപ്പ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആ നീലപ്പൂച്ച ഭയങ്കര ബുദ്ധിയുള്ളതാ. അതിനെ ഒന്നും ആർക്കും നേരിടാൻ പറ്റുന്നില്ല ഇവിടെ. ആ പൂച്ച എന്റെ മുഖത്ത് നഖം കൊണ്ട് മാന്തി എന്നെ മുറിവേൽപ്പിച്ചു. സുഹൃത്തുക്കളെ, ഞാനിപ്പോഴും വളരെ ദുഃഖത്തിലാണ്. മതി, ഒരുപാടായി. ആ പൂച്ചയെക്കുറിച്ചുള്ള പരാതി നമുക്കുടൻ തന്നെ സിംഹരാജനോട് പറയണം. ഇനി നമ്മൾ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. അപ്പോഴേക്കും അവിടുന്ന് നീലപ്പൂച്ച മരത്തിൽ നിന്ന് ചാടി അവരെല്ലാവരുടെ മുമ്പിൽ വന്നങ്ങ് നിൽക്കും. ക്രോധത്തോടെ അവരോട് പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും എനിക്കെതിരെ സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ? രാജാവിന്റെ അടുത്ത് എന്നെ കുറിച്ചുള്ള കുറ്റം പറയാൻ പോവല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ അതും കൂടെ അങ്ങ് തീർത്തോ. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ. എനിക്ക് ആരെയും പേടിയൊന്നുമില്ല. ആന അപ്പൂപ്പൻ ദേഷ്യം വന്ന് പല്ലിറുമ്പി അവളോട് പറഞ്ഞു, നീലപ്പൂച്ചേ, ഈ കാട്ടിലെ സിംഹരാജാവിനെ നിനക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. അതിനാൽ അദ്ദേഹം നിന്നെ കൊന്നുകളയും. ഓ, അദ്ദേഹം എന്നെ എന്തു ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കൺമുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിനെ കൊന്നുകളയും. വിശ്വാസം ഇല്ലെങ്കിൽ എന്റെ കൂടെ അങ്ങ് വരൂ. എല്ലാ മൃഗങ്ങളും ആശ്ചര്യത്തോടെ ആ പൂച്ചയെ നോക്കി നിന്നുപോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ എല്ലാ മൃഗങ്ങളും സിംഹത്തിന്റെ ഗുഹയിൽ അവിടെ എത്തി. ആ ഗുഹയുടെ പുറത്ത് നിങ്ങളുടെ കാട്ടിലെ രാജാവ് തന്നെയല്ലേ നിൽക്കുന്നത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇനി നിങ്ങളെല്ലാരും ഞാൻ അദ്ദേഹത്തെ കൊല്ലാൻ പോകുന്നതാണ് കണ്ണുകൊണ്ട് കാണാൻ പോണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നീലപ്പൂച്ച ആ മെഴുക് പ്രതിമയുടെ അടുത്തോട്ട് ഓടി വന്നു. അപ്പോഴേക്കും സിംഹം നിലവിളിച്ചു, നിങ്ങൾ മെഴുകിന്റെ പ്രതിമയല്ലായിരുന്നോ? എങ്ങനെ ജീവൻ വന്നേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ ഈ കാട് വിട്ടു പോകുന്നതായിട്ട്. പിന്നെ ഒരു സ്ത്രീ വന്നിട്ട് ഗുഹയുടെ പുറത്ത് നിങ്ങളുടെ മുഖസാദൃശ്യമുള്ള ഒരു മെഴുക് പ്രതിമ ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ ചുമന്ന പുക വരാൻ തുടങ്ങി. ആ പുകയിൽ നിന്നും ശലാക്ക പുറത്തോട്ട് വന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മണ്ടിയായ ആഫ്രിക്കൻ നീലപ്പൂച്ചയെ, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടേ ഉണ്ടായിരുന്നു. നീ ചെയ്യുന്നതെല്ലാം ഞാൻ രാജാവിനോട് പറയുകയും ചെയ്തു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഒരു ദിവസം നീ മെഴുകിന്റെ പ്രതിമയുടെ അടുത്ത് വഴക്കിടാനായിട്ട് വരുമെന്ന്. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ സർപ്രൈസ് റെഡിയാക്കിയതാണ്. നിന്റെ മുമ്പിൽ മെഴുക് സിംഹം അല്ല, ശരിക്കുമുള്ള സിംഹമാണ്. എന്നോട് ക്ഷമിക്കണേ സിംഹരാജാവേ. ഈ സ്ത്രീയോട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാനിതെല്ലാം കണ്ടോണ്ടിരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം പ്രയോജനപ്പെടുത്താമെന്ന് കരുതി. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചിന്തിച്ചു കൂട്ടി. എന്നെ വെറുതെ വിട്, ഞാൻ എന്റെ ദേശത്തോട്ട് തിരിച്ചു പോക്കോളാം. നീ ചെയ്ത തെറ്റ് മാപ്പർഹിക്കാത്തതാണ് ആഫ്രിക്കൻ നീലപ്പൂച്ചേ. ഇത്രയും പറഞ്ഞുകൊണ്ട് സിംഹം അതിനെ കൊന്നു. അതിനുശേഷം കാട്ടിലെ എല്ലാ മൃഗങ്ങളും ശാന്തിപൂർവം ജീവിക്കാൻ തുടങ്ങി.